കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാറിയ രോഗങ്ങളെ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, കർത്താവെ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമറുപാടുന്ന വലതുകരം, അണിപ്രധാന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വെക്കണമേ. അടിപ്പിണർ പോലെ വൈദാക്കാലം ദൈവികമായ ശക്തി, യേശു ക്രിസ്തുവിന്റെ ശക്തി, ഉയർത്തെഴുന്നേറ്റ ശക്തി ഉച്ചമൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദങ്ങൾ, അസ്ഥിരോഗങ്ങൾ, അസ്ഥിയുടുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ആശങ്കാകുലമായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. കാര്യം കുഞ്ഞുങ്ങളെ തോക്കി അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ ചങ്ക് തകരും. അതുകൊണ്ട് അച്ഛൻ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളെ കർത്താവ് അങ്ങനെ തിരുസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവ് ഹൈസ്കൂൾ മുതൽ കോളേജ് മുതൽ മെറിറ്റ് പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിൻസ്, മത്സര പരീക്ഷകൾ എല്ലാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് കർത്താവ് ഞെട്ടിപ്പിക്കുന്നു. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അവരുടെ പരാധീനം പോരായ്മ പരിഹരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർ ആഴമായി വിശ്വസിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ സാക്ഷ്യ ജീവിതം തുടരാൻ വേണ്ടി അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാൾ ദൈവശക്തിയാൽ വിജയത്തിൻ്റെ ദൈവം കർത്താവെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, കഴുകണമേ ഈശോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വകാര്യമായ പ്രതിസന്ധി ഇരിക്കുന്നവരെയാണ് അച്ഛനിപ്പോൾ ഓർക്കുന്നത്. ചില വ്യക്തികൾ ചില വിഷയങ്ങളിൽ കുരുങ്ങിയിരിപ്പുണ്ടാകും. അവർക്ക് സഹിക്കാനാവാത്ത ചങ്കിനുവേദന അനുഭവിക്കുന്നവരുണ്ടാകും. അവരെ ഞാൻ ഇപ്പോഴേക്ക് അൾത്താറയിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും അച്ഛൻ ഞങ്ങളുടെ വിഷമ സ്വകാര്യ ദുഃഖങ്ങൾ പറയണം എന്നാഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ അരുളപ്പാടാണിത്.
കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിങ്ങൾക്ക് ദുഃഖവും ഭാരവും ഉണ്ടാക്കുന്ന ജനങ്ങളുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേസുകൾ, വഴക്കുകൾ, നിങ്ങൾക്കെതിരെ പതിയിരിക്കുന്നവർ, നിങ്ങളുടെ പ്രാണനെ തോൽപ്പിക്കാൻ നോക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങളുടെ ഭാഗധേയങ്ങളും ഓഹരികളും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ, നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് കൂടുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസമർത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള നാരക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഗനിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ആരാധനയിലൂടെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാകുന്നു. കഴുകണമേശോ നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ നിന്നിരുരക്തത്താൽ കഴുകണമേശോ നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയിലൂടെ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഈശോ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യ, ദൈവത്തിലെ നീ മനസ്സിലാക്കണം, കഷം കൈൻഡായിട്ടുള്ളൊരു കാലം കഴിയുമ്പോൾ പിന്നീട് നീ അതിലൂടെ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ കൈപ്പറ്റുമ്പോൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏറ്റവും ഉടമ്പടിയുടെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ അടിസ്ഥാനം. ഈ വാഗ്ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ആദ്യത്തെ 10 റാങ്കിലുള്ള ഇതിൻ്റെ വാഗ്ദാനം എന്താണ്? ടോപ്പ് റാങ്കിലുള്ള വാഗ്ദാനം എന്താണ്? അത് പ്രസൻസാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് എന്താണ്? നിങ്ങൾ എന്നെ, അതാണ് 14:23 വായിച്ചത് അല്ലേ? ഇതാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ സാധ്യത സ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാണ്. ഒന്ന് പറഞ്ഞ്, ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്താൽ സാന്നിധ്യം ഉറപ്പാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭൗതിക ആനുകൂല്യങ്ങളെക്കാൾ അങ്ങയുടെ ആത്യന്തിക വാഗ്ദാനമായ ആഗ്രഹിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി നിബന്ധന പാലിച്ച ഒരു മനുഷ്യനുണ്ട് ബൈബിളിലെ, പുതിയ നിയമത്തിൽ ഏറ്റവും ടോപ്പായിട്ട്. ഞാൻ അയാളെപ്പോലെ ഉടമ്പടി പാലിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച അയാളോടാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണമുണ്ട്. ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. ആരാണെന്ന് പറയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഉടമ്പടി പാലിച്ച ഒരാളുണ്ട് ബൈബിളിൽ. അയാൾക്കാണ് ദൈവം സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണത്. ആരാണെന്ന് പറയാമോ?
പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി, അറിയൊന്നുമില്ല. സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. കർത്താവ് സാന്നിധ്യം ഗ്യാരണ്ടി ചെയ്യണം. എനിക്ക് തോന്നിയിരിക്കണത് ഈ ദിവസങ്ങളിൽ പീഡാനുഭവ ധ്യാനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഇതിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ വന്നൊരാളാണ് ഈ മൂത്ത പുത്രൻ. ദൈവം എപ്പോഴും, ഞാൻ ഈ അച്ഛനായ കാലം മുതലേ ഇളയ പുത്രനോട്, കർത്താവ് ഇങ്ങനെ ഇളയ പുത്രനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ഒരു ബേസിക് കോഴ്സുകാരനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. യഥാർത്ഥ ആൾ മൂത്ത പുത്രനാണ്. ദൈവത്തിന് പണ്ട് മൂലമുള്ള ഒരു 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 എന്താണ് ഒരു പ്രവർത്തന രീതിയുണ്ട്. ഏറ്റവും നല്ല സംഭവത്തിനെ മൂടിക്കളയും. അത് ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾ രത്നമാണ് പറയുമ്പോൾ അത് കുഴിച്ചിട്ടിരിക്കണമെന്ന് പറയും. രത്നത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് പറയും? അത് കുഴിച്ചിട്ടിരിക്കുകയാണ്, കുഴിമാന്തി എടുക്കാൻ പറയും. മാന്തി എടുത്താൽ മാത്രം പോരാ, കരസ്ഥമാക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കാൻ പറയും. അപ്പോൾ ഈ മുന്തിയ സംഭവത്തിനെ ഇങ്ങനെ ആകൃതമാക്കിയിട്ട് കുപ്പയിലും കുഴിയിലും ഒക്കെ വെച്ച് കളയും. അതിൽപോലെ കർത്താവ് കുപ്പയിൽ വെച്ച ഒരാളാണ് മൂത്ത പുത്രൻ. നമ്മൾ കുഴിമാന്തി എടുക്കേണ്ടി വരും അയാളെ. ഇന്ന് വരെ അയാളെ പ്രസംഗിച്ചിട്ടുള്ളവരെല്ലാവരും ഈ അലവലാദീനാണ് അങ്ങോട്ട് കയറ്റി വെക്കണം. അവൻ്റെ മാനസാന്തരം വേണ്ട ആനക്കാര്യമായിട്ട് കുട്ടിഘോഷിച്ചിട്ട് എന്നാ പറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും, ചില അയ്യോഭാവികൾക്കെങ്കിലും വീണ്ടും പാപം ചെയ്യാനുള്ള ലൈസൻസും കിട്ടി. എന്താ വെച്ചാൽ കരഞ്ഞ കൂവി കർണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് തൊണ്ട പൊട്ടി അലറിക്കാവി കൂവിയ കർത്താവ് ഉടനെ കർണ കാണിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും വന്നിട്ടുണ്ട്. അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ വാത്സല്യത്തോടു കൂടി എന്ത് വഴിപഴച്ച ജീവിതം ജീവിച്ചാൽ അവസാനം ഇങ്ങനെ കണ്ണീരിട്ടൊന്ന് മോങ്ങിയാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ ധാരണ ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചില അയ്യോപാപികൾക്ക് എങ്ങനെ വന്നിട്ട് ഇതെല്ലാം പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൃപയിൽ ഈ ജനം വളർന്നിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വെല്ലുവിളിയാണ്. പക്ഷേ മൂത്ത പുത്രനെ കണ്ടെന്ന് നോക്കിയേ, മൂത്ത പുത്രൻ ഈ ഉടമ്പടി പാലിച്ചൊരാളാണ്. അവനത് പറയണ്ടേ. അവൻ ക്ഷോഭിക്കുന്ന ഒരു ക്ഷോഭം ആണ് ഈശോ കറക്റ്റ് ചെയ്യണത്. നീ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ളത് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എനിക്കുള്ളത് എൻ്റെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു പ്രമേയമാണ്. ടേക്ക് ദ ബെഡ് ഫോർ, എനിക്കുള്ളത്. ശ്രുതികളുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:15. മത്തായി 20:15. എന്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് മൂത്തപുത്രൻ്റെ പ്രശ്നം. ആകപ്പാടെ മൂത്തപുത്രനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കർത്താവ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കർത്താവ് മൂത്തപുത്രന് മാത്രമല്ല, അതൊരു ദൈവവചനത്തിൻ്റെ മൗലിക നിലപാടാണ്. 11-ാം മണിക്കൂറിൽ വന്ന ആൾക്കാർക്കും എന്താണ്, 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അത്രയും തന്നെ കൊടുത്തു. എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാൻ പാടില്ല. ഞാൻ നല്ലവനായത് കൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? അതാണ് പ്രശ്നം. അപ്പം ഈ ഇളയ മകൻ വരുമ്പോൾ മൂത്ത മകന് പറയണ കാര്യങ്ങൾ അത് തന്നെയാണ്. ഇവൻ 11-ാം മണിക്കൂറിൽ വന്ന ആളാണ്. തമ്മിലാണ് ഇൻ്റർ കണക്ട് ചെയ്യണത്. ഞാൻ കണക്ട് ചെയ്യണതല്ല, ഇവിടെ ആളിരിപ്പുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാരുടെ വചനം ഇൻ്റർ കണക്ട് ചെയ്യണതാണ് ഈ കാണുന്നത്. അല്ല, ഞാൻ പഠിച്ചതല്ല ഈ സംഭവം. ഇതെന്താ, 11-ാം മണിക്കൂറിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ആരാണ്? ഈ ധൂർത്തപുത്രൻ. അവന് 1-ാം മണിക്കൂറിൽ വന്ന ആൾക്കാരുടെ അവന് വള കൊടുത്തു, അവന് എന്ത് കൊടുത്തു? പാദരക്ഷ കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? അവന് നല്ല വസ്ത്രങ്ങൾ കൊടുത്തു. 1-ാം മണിക്കൂറിൽ വന്ന ആളിനെ കൊടുത്തത് തന്നെ അവനെയും കൊടുത്തു. അപ്പോഴാണ് അവൻ പിറുപിറുത്തത്. ഈ പിറുപിറുപ്പ് ഇങ്ങനെ തുടരുകയാണ് ബൈബിളിൽ. അവൻ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്ത വിടക്കോട് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 20-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. മത്തായി 20:9-11.
11-ാം മണിക്കൂറിൽ വന്നവർക്ക് അപ്പൊ ഏറ്റു പറഞ്ഞ 11-ാം മണിക്കൂർ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. എന്താണ് ആദ്യം വന്ന ആൾക്കാരുടെ കൂടെ അവസാനം വന്ന ഞങ്ങളെ അങ്ങ് താരതമ്യപ്പെടുത്തിയല്ലോ, അല്ലേ? ആ വാക്കുകൂടി വായിച്ചേ. മത്തായി 20:12. അവസാനം വന്ന ഇവർ ദൂത്തപുത്രന്റെ അനിയനില്ലേ? ദൂത്തപുത്രൻ അല്ല, അവസാനമല്ലേ വന്നത്? അവസാനം വന്ന ഇവന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിന്റെ അധ്വാനം ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അപ്പൊ മൂത്തപുത്രന്റെ കംപ്ലൈന്റ് അതാണ്. അത് ഇത്തിരി അസൂയയിൽ നിന്ന് വന്ന നീതിബോധത്തിൽ നിന്നൊക്കെ വന്നൊരു കംപ്ലൈന്റാണ്. അത് ലോകരാജ്യത്തിന് നീതി എന്നാണ് മനസ്സിലായത്. ലോകരാജ്യത്തിന് നീതി എന്ന് വന്നിട്ടുള്ള ചില അപഭ്രംശങ്ങളാണ് ഈ വരണത്. മുത്തപുത്രൻ്റെ ലോകരാജ്യത്തിൻ്റെ നീതിയിലാണ് വിഷയം അവർ കണക്കാക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നീതി വ്യത്യാസമുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് നൽകാൻ പാടില്ലേ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനെ അസൂയപ്പെടുന്നു? അപ്പം അസൂയ വന്നിരിക്കണത് എങ്ങനെയാണ്? ലോകരാജ്യത്തിന് നീതിയുടെ ഫ്രെയിം വർക്കിൽ നിന്നാണ് അസൂയ വരുന്നത്. നീ ദൈവരാജ്യത്തിലേക്ക് വരണമെന്നാണ് ഈ പറയണതിൻ്റെ അർത്ഥം. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. എൻ്റെ പേര് അനു. ഞാൻ നാഗർകോവിലിരുന്നാണ് വരുന്നത്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട്. അപ്പം അമ്മയും മകനും എനിക്ക് തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ്. ഞാൻ 13 വർഷമായി കടഭാരത്താൽ ഇങ്ങനെ തിങ്ങി വിതുമ്പി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ 3 കുഞ്ഞുമക്കളും പഠിക്കുകയാണ്. അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലെങ്കിലും ഞാൻ അമ്മയും അവിടെ എൻ്റെ സ്ഥലത്ത് വേളാങ്കണ്ണി അമ്മയും ഈശോയാണ്. അമ്മയോടും തിരുക്കുമാരനോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മേ ഈ കടഭാരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും എൻ്റെ ഭർത്താവിൻ്റെ മേലും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളുടെ പ്രസവ സംബന്ധമായി ഞാൻ ഒരു ആശുപത്രിയിൽ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് വരും നിൽക്കും. അപ്പോൾ അടുത്തുള്ളവരോടത്ത് ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, ഇത് വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിൽക്കാനുള്ളതായിരിക്കും, പേടിക്കണ്ടെന്ന്. അപ്പോൾ ഞാനും വിചാരിക്കും, ആ സാരമില്ലായിരിക്കും, അങ്ങ് പോകുമായിരിക്കുമെന്നു. ആ പ്രസവകാലത്ത് മോള് പറഞ്ഞു, എന്തായാലും ഇവിടെ നിൽക്കുമല്ലേ കുഞ്ഞമ്മ, അതുകൊണ്ടൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അന്ന് തന്നെ ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഇതിനൊരു ടെസ്റ്റ് എടുത്ത് നമുക്ക് അയക്കണം, അടുത്ത ദിവസം പോരെന്ന് പറഞ്ഞു. എന്തായാലും ഞാനും മോനെയും വിളിച്ച് ഞാൻ അടുത്ത ദിവസം വന്ന് ഞാൻ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ അതിരുന്ന് കുറച്ച് ഭാഗം ചുരണ്ടി എടുത്ത് ടെസ്റ്റിന് അയച്ചു. 4 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരികയുള്ളെന്ന് പറഞ്ഞു. എന്നാലും 4 ദിവസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. യൂട്യൂബ് കണ്ടപ്പോഴാണ് കൃപാസന അമ്മയും മകനെയും പറ്റി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അമ്മയും മോനും റിസൾട്ടിൽ ഒന്നും കാണരുതേ, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരുമില്ലേ, അമ്മയും അപ്പനും ഇല്ലാത്ത എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, കടബാധ്യതകൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങളായിട്ട്, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ റിസൾട്ട് 4ാമത്തെ ദിവസം വന്നു. ഞങ്ങൾ മേടിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ പറയാണ്, 5 പോയിൻ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് 16.2 ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല, വെയിറ്റും കൂടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചുരണ്ടാൻ ശ്രമിച്ച സ്ഥലത്തിരുന്നു ഒരു പാട കണക്കാണ് അത് ഇളകി വന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി യൂട്രസിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പറേഷനായിട്ട് എത്ര ചിലവാകുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 2 ലക്ഷം രൂപയോളം ചിലവാകും. മാതാവേ, ഇങ്ങനെ നടക്കുന്നത് എനിക്ക് എവിടെ നിന്നാണ് ഈ 2 ലക്ഷം ഞാൻ ചിലവാക്കുന്നത്? എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയോട് അതിനുശേഷമാണ് വിളിച്ച് പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയുന്നുണ്ട്,
ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്തായാലും നീ അവിടെ കാണിക്കണ്ട മോൾ, ആ റിസൾട്ടുമായിട്ട് കൊല്ലത്തോട്ട് പോര്, നമ്മൾ നിന്നെ കാണിക്കുന്ന ആശുപത്രിയിലോട്ട് കാണിക്കാമെന്ന്. അതിനു മുമ്പ് വേറൊരാൾ പറഞ്ഞു വേറൊരു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു 3 സിസറീൻ ആയതുകൊണ്ട് യൂട്രസും മൂത്രക്കുഴയും തമ്മിൽ ഒന്നിച്ചിരിപ്പാണ്, ശരിക്കും ഒട്ടലുണ്ട്, അതുകൊണ്ട് യൂറോളജിയും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഹാർഡിയോളജിയും നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ചെയ്യാൻ അത്ര വലിയ ഇതൊന്നുമില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അമ്മയോടും മകനോടും വീട്ടിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അമ്മ മാതാവേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്തായാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശും കൊണ്ട് ഞാൻ നേരെ കൃപാസനത്തിലോട്ട് വന്നു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ചേച്ചിയെ നിർബന്ധമായിട്ട് വിളിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും പറ്റില്ല, എനിക്ക് ഈശോയും അമ്മ എനിക്ക് ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ടൊന്ന് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ ജോസഫ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ നിന്ന ഒരു മകൻ എനിക്കൊരു ചീട്ട് എല്ലാം കഴിഞ്ഞായിരുന്നു, സമയം പോയി, ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെല്ലെന്ന് പറഞ്ഞു. ഒരു തുണ്ടി കുറിച്ച് എന്ന് ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാനുള്ള അനുമതി എനിക്ക് കിട്ടി. ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു, എന്നെ തല പിടിച്ച് അനുഗ്രഹിച്ചു, കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയെടുത്ത് ചെന്ന് ആ പത്രം വെച്ചു, ആ റിസൾട്ടെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോയി അടുത്ത ദിവസം അടുത്ത ആശുപത്രിയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വേറെ വലിയൊരു MRI സ്കാനിങ് എടുക്കണമായിരുന്നു, അത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഈ ചെറിയ 2 റിസൾട്ട് കണ്ടിട്ടും അത് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം പോയി MRI സ്കാനിങ് എടുത്തു. MRI സ്കാനിങ് എടുത്തിട്ടൊന്ന് ഡോക്ടറിന് കൊടുത്ത് അടുത്ത ദിവസം പറഞ്ഞു അടുത്ത ദിവസം തന്നെ നമുക്ക് ഓപ്പറേഷനിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു. ഓപ്പറേഷനിലോട്ട് നീങ്ങാനായിട്ട് റെഡിയാവാൻ ഡോക്ടറെന്ന് പറഞ്ഞു. പൈസ തരുന്നവരൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വൈകിട്ട് വരെ കാത്തിരുന്നു, കാശ് വരുന്നില്ല. ഓപ്പറേഷൻ്റെ അന്നത്തെ ദിവസം രാവിലെ വരെ കാത്തിരുന്നു, പൈസ വരുന്നില്ല. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ പൈസ ഒന്നും കിട്ടിയില്ല, എന്താ ചെയ്യണമെന്നും അറിയാൻ വയ്യ, അയ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരു ഒതുക്കിയല്ലേ, ഞാൻ എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ശരി അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഓപ്പറേഷൻ വേണ്ട, ഇനി അടുത്ത ദിവസം 1-ാം തീയതിക്ക് നമുക്ക് മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1-ാം തീയതിയായി. 1-ാം തീയതിയായിട്ട് എനിക്ക് കാശ് കിട്ടുന്നില്ല. വീണ്ടും ഡോക്ടറിനെ വിളിക്കുവാണ്. ഡോക്ടറിനെ വിളിക്കുന്ന ആ സമയത്ത് തന്നെ ആരോ ഒരു സഹായം ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കാശ് എനിക്ക് കിട്ടി. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കാശും ആ കാശും കൂടെ ചേർത്താണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയതും. ഡോക്ടർ ഉടനെ തന്നെ അടുത്ത ദിവസം രാവിലെ 1-ാം തീയതി രാവിലെ എന്നെ ഓപ്പറേഷനായിട്ട് വെച്ചിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മണിക്കൂറുള്ള ഓപ്പറേഷൻ 3 മണിക്കൂറായി ഓപ്പറേഷൻ ചെയ്യാൻ. ഹാർട്ടിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ECG എടുത്തപ്പോഴത്തേനും ചെറിയൊരു വെരിഫിക്കേഷൻ കാണിക്കണമെന്ന് പറഞ്ഞു, വേരിയേഷൻ കാണിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം മാതാവേ ഇതിനും കൂടുതൽ പൈസ ആവും, എനിക്കൊന്നും വരുത്തരുതേ, എൻ്റെ ഓപ്പറേഷൻ സമയത്ത് അമ്മയും മകനും എല്ലാവരും എൻ്റെ ഈ നൽകരണ ആശീർവാദ പീഠവും എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാകണേ, എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരുമില്ല അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി 3 മണിക്കൂറായി ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞു. അടുത്ത ദിവസം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, എന്നെ കൊണ്ട് കിടത്തി ICU-ക്കകത്ത് കിടത്തി. അടുത്ത ദിവസം പതുക്കെ എണ്ണിച്ച് നടക്കാൻ പറഞ്ഞായിരുന്നു. എണ്ണിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതിനുള്ള ഇഞ്ചക്ഷനും മരുന്നിനും പിന്നെ ഇടാൻ തുടങ്ങി. ഒരു ഇഞ്ചക്ഷൻ കുത്തിയത് അത് മാറിപ്പോയി. എനിക്ക് പിച്ചും വേയും പറയാൻ തുടങ്ങി. ഞാൻ എന്നെ അറിയാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു. അതിന് മുമ്പേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് എന്നെ ഈ സ്ട്രെച്ചറിലോട്ട് എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് ഈ പീഡവും ഈ ജോസഫച്ചൻ്റെ ആരാധന പീഠവും ജോസഫച്ചനും അമ്മയുമാണ് എൻ്റെ ആദ്യം ഇങ്ങനെ ഈ സ്ക്രീനിൽ വരുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ്, ഒരു മിന്നായം പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച മനസ്സിൽ എല്ലാവരും എൻ്റെ അടുത്തുണ്ട്, എനിക്കൊരു പേടിയില്ല, എനിക്കൊന്നുമില്ലെന്ന്. അത് കഴിഞ്ഞാണ് ഈ ബ്ലീഡിങ് തുടങ്ങിയത്. അങ്ങോട്ട് ബ്ലീഡിങ് പോയിട്ട് ഉടനെ എന്നെ ഇതൊക്കെ ഇട്ടപ്പോഴത്തേന് എനിക്ക് സുഖമായി. തിരിച്ച് എന്നെ റൂമിൽ കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബ്ലീഡിങ് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ തന്ന ഗുളികയുടെ കൂടെ ഒരു ഗുളിക കൂടെ കഴിച്ചോ, ആ ബ്ലീഡിങ് അങ്ങ് നിന്നേക്കുമെന്ന് പറഞ്ഞു. കഴിച്ചു. ഇന്ന് ഓപ്പറേഷൻ. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ബയോപ്സി റിപ്പോർട്ട് വരും, റിപ്പോർട്ട് മേടിക്കാനായിട്ട് വരണേന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, തൈലം പൂശും, ഉപ്പ് കഴിക്കും. പിന്നെ ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ കുഞ്ഞുമക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ഉപ്പും എണ്ണയും കൊടുക്കും കഴിക്കാനായിട്ട്. എനിക്ക് എക്കോ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മോനും ഉണ്ടായിരുന്നു. ആ കുഞ്ഞു മോനും ഞാൻ എൻ്റെ എക്കോ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടിപ്പോയി ഉപ്പും തൈലവും കൊടുക്കും. ഇത് കുഞ്ഞിന് കൊടുക്കണം. തൈലം ഞാൻ തന്നെ വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം പൂശി കൊടുത്തായിരുന്നു.
അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എക്കോ ടെസ്റ്റിനായിട്ട് ഇന്നലെ പോയായിരുന്നു. ഇന്നലെ പോയപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാ അനു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, സുഖമാണ് എനിക്ക്. ഒരു കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് റിസൾട്ട് വന്നു, ഒരു കുഴപ്പമില്ല അനുവിന്, ഒരു പ്രശ്നമില്ല. ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ എവിടെയാണെന്ന് അവർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത്. എവിടെയാണ് ഈ സ്കാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ്. അനുവിന് ഒരു കുഴപ്പമില്ല. അമ്മയും മാതാവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു. എന്നെ ഡോക്ടർ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെന്ന്. ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോയിട്ടാണ് ഡോക്ടറെ എനിക്ക് ഈ സുഖം കിട്ടിയത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓപ്പറേഷന് മുമ്പ് എൻ്റെ കുഞ്ഞു മോളുടെ കാതിൽ ഈ 3 ഹോളുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ 3 ഹോളിരുന്ന് ചെറുതായിട്ട് ഒരു ദ്രാവകം വരികയും അതിരുന്ന് ഇച്ചിരി സ്മെല്ല് വരികയും ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ആശുപത്രി പോകേണ്ട മോളെ, ഞാൻ ഈ തൈലം പൂശി തരാമെന്ന് പറഞ്ഞ് തൈലം പൂശി. ആദ്യത്തെ ദിവസം അവൾക്ക് ഇച്ചിരി വേദന കുറവുണ്ടായിരുന്നു. കുറവുണ്ടായിട്ടും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അതിൻ്റെ അടുത്ത് തന്നെ 2 മുഴകൾ കൂടെ വന്ന് കാത് പൊങ്ങുകയും അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയായിരുന്നു. ഞാൻ അമ്മയടുത്ത് അപ്പനോടത്തും പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, എനിക്ക് കൊണ്ടുപോകാൻ ഒരു സ്ഥലവും ഇല്ല, ഈ മരുന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഞാനത് കൊടുക്കും, എനിക്ക് സുഖമാക്കി തരണമെന്ന് പറഞ്ഞു. ഞാനത് എണ്ണയിട്ട് പൂശി അടുത്ത ദിവസം അവ എണ്ണിച്ച് പറയാണ്, അമ്മേ എന്നെ ഇവിടെ തൊട്ട് നോക്കി, എനിക്ക് ഒന്നുമില്ല, എനിക്ക് വേദനയില്ല, ഒന്നുമില്ല, എനിക്ക് ഒന്നുമില്ല, ഇന്ന് ഞാൻ സ്കൂളിൽ പോവാം. ഈശോയ്ക്കും മകനും കോടാനുകോടി നന്ദി. എൻ്റെ മകന് ജോലിയില്ലാതെ 3 മാസം വീട്ടിൽ നിന്നായിരുന്നു. ചെറിയൊരു ജോലിക്കാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്, കപ്പലിൽ, ചെറിയൊരു ഡക്ക് ബോട്ടിൽ. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മോൻ്റെ വരുമാനം കൂടെ നിർത്തിക്കളയില്ലേ, എനിക്കാകെ ബുദ്ധിമുട്ടാകുവേ, നീ തരുന്ന വരുമാനം ഇത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ അവനെ അവിടെ നിന്ന് വിളി വന്നു. അടുത്ത ദിവസം രാവിലെ അവൻ കയറണമെന്ന് പറഞ്ഞു. അന്ന് അവൻ കയറി, അവൻ ജോലിക്ക് പ്രവേശിച്ച്. എനിക്ക് ഇത്രയും നന്മകൾ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ അമ്മയടുത്തും എൻ്റെ മോൻ്റെ അടുത്തും കണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം ഞാൻ വീട്ടിലോട്ട് പോകാനെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇതുവരെയായിട്ട് സ്റ്റിച്ചൊന്നും പോയിട്ടില്ല. ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 12 ദിവസമേ ആയുള്ളൂ. ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് ഇത്രയും നന്മ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. പരിശുദ്ധമായ അൽത്താരെ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. 2022 ജനുവരി 14 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ വിവാഹത്തെ പറ്റിയാണ്. എനിക്ക് പല ആലോചനകൾ വരികയും എല്ലാം മുടങ്ങിപ്പോവുകയുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ തുടങ്ങി. എനിക്ക് അത് കഴിഞ്ഞ് ഏതാലോചന വന്നാലും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടുമാണ് ഉത്തരം ചോദിക്കാറുള്ളത്, ഇതെനിക്ക് നല്ലതാണോ അതോ ചേർന്നതാണോ എന്ന്. അങ്ങനെ ഈ ജനുവരി മാസം അവസാനം എനിക്കൊരു ആലോചന വരികയും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ച് ചോദിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ വരികയാൽ ഞാനിവിടെ ജോസഫസിൻ്റെ അടുത്ത് വന്ന് മെസ്സേജ് എടുത്തു. ആ മെസ്സേജിൽ കൂടി എനിക്ക് ഈ വിവാഹത്തിൽ മുമ്പോട്ട് പോകാനാണ് അമ്മയിൽ നിന്ന് ഉത്തരം ലഭിച്ചത്. വിവാഹത്തിൽ മുമ്പോട്ട് പോകാൻ ഉത്തരം ലഭിച്ചെങ്കിലും ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനവും ഞങ്ങൾക്കില്ലായിരുന്നു. അമ്മയോടും തിരുക്കുമാരനോടുമുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയി. അമ്മയും തിരുക്കുമാരനും കാലയിലെ കല്യാണ വിരുന്ന് പോലെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള ഒരു തടസ്സങ്ങളും വരുത്താതെ എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. ജൂൺ 25 തീയതി എല്ലാ മംഗളോടും കൂടി എൻ്റെ വിവാഹം നടന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, 2 വർഷം മുമ്പ് ഞാൻ ബൈക്കിൽ നിന്ന് വീഴുകയും എൻ്റെ മുട്ടുചിരട്ടയ്ക്ക് തെന്നൽ വരികയും ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ചെറിയ വേദനയുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ പിന്നെയും മുട്ടിന് പരിക്ക് പറ്റുകയും ആ വേദന വളരെ വർദ്ധിക്കുകയും ചെയ്തു. എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും മുട്ടിൻ്റെ ചിരട്ട തെന്നിയിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ മരുന്ന് തന്നു, അത് പിടിച്ചിട്ട് പക്ഷേ വേദന മാറുന്നില്ലായിരുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഞാൻ വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും ദിവസവും തുടങ്ങി. ഞാൻ ദിവസവും ജപമാല ചൊല്ലുമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിയാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ എൻ്റെ മുട്ടിന് 3 തട്ട് കിട്ടുകയും
പിന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടിൻ്റെ വേദന എനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായി അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ മുട്ടുവേദന ഒരിക്കലും വന്നിട്ടില്ല. ആത്മീയമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം വളരാൻ സാധിച്ചു. ഈ ഉടമ്പടിയിലൂടെ ഞാൻ കൂടുതലായും ബൈബിൾ വായിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നായി എൻ്റെ എപ്പോഴത്തെയും ആഗ്രഹം. ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ എനിക്ക് സാധിച്ചു ഈ ഉടമ്പടിയിൽ കൂടി. കാരുണ്യപ്രവൃത്തിയായി പാവങ്ങളെ കൂടുതൽ എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. യൂട്യൂബിൽ ധ്യാനവും സാക്ഷ്യങ്ങളും കൂടിക്കഴിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദൈവകുമാരന് അമ്മയ്ക്കും 1000 നന്ദി.